എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഞാൻ ഈ സഭയെ എൻ്റെ ഒരു സഭയായിട്ട് തന്നെയാണ് കാണുന്നത്. ആ നിലകളിൽ ദീർഘവർഷങ്ങളായി ബന്ധമുള്ള എല്ലാ ദൈവമക്കളെയും ഓർക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. സണ്ണി ഞാൻ ഓർപ്പിച്ചതുപോലെ 2 ദിവസത്തേനാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്നലെ വന്നു, നാളെ രാവിലെ പോകും തിരിച്ച്. ദൈവം അനുവദിച്ചാൽ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 5 മണി മുതൽ പവർഷൻ്റെ ഒരു മീറ്റിംഗ്, അത് പവർഷൻ തുടങ്ങിയിട്ട് 20 വർഷമാകുന്ന ഒരു ദിവസമാണ്. ആ ദിവസങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ 20 വർഷം ദൈവം നടത്തിയ ആ വിധങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും, അപ്പോൾ തന്നെ പവർഷൻ്റെ ഒരു പുതിയ പ്ലാറ്റ്ഫോം OTT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലോഞ്ചിങ്ങും എല്ലാം കൂടെ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ ഇവിടുത്തെ ആ ടെൻറ്റിൽ വെച്ച് നടത്താനുള്ള ഒരു ക്രമീകരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. പവർഷൻ്റെ MD ഡോക്ടർ ആർ അബ്രഹാം സാറ് എന്നോടൊപ്പം ഉണ്ട്. പവർഷൻ്റെ CEO ടോണി വർഗീസ് സാറുണ്ട്. അങ്ങനെ വൈകിട്ട് അങ്ങനെ ഒരു മീറ്റിംഗ്, അത്യാവശ്യം സഭകളിലൊക്കെ പ്രിയപ്പെട്ടവരെ വിളിച്ച് ജസ്റ്റ് ഇതിനെക്കുറിച്ചൊരു ഇനീഷ്യൽ മീറ്റിംഗ് നടത്താനായിട്ടുള്ള ക്രമീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇന്നലെ ഈ ടെൻറ്റുകാരുമായിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു. ഇന്ന് ജസ്റ്റ് ഒന്ന് 1-2 പേരെയൊക്കെ ഒന്ന് വിളിച്ച് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞ് കാര്യങ്ങളുടെ ഒരു ക്രമീകരണത്തിൻ്റെ ഒരു തുടക്കം, അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട്, പവർഹൗസിലെ ദൈവദാസന്മാരെല്ലാവരും തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമാണല്ലോ. ഞങ്ങളെല്ലാവരും തന്നെ ആ മീറ്റിങ്ങിൽ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിന് വേണ്ടി ഇന്നു മുതൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ സണ്ണിച്ചാൻ പറയും. ദൈവം സഹായിക്കട്ടെ. ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പ്രത്യേകമായിട്ട് ദൈവാത്മാവ് പറയാൻ പറഞ്ഞ ഒരു കാര്യം അതുമാത്രം ഒന്ന് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്ക് മത്തായി സുവിശേഷത്തിലേക്ക് വരാം. മത്തായി സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യം കൈമാറ്റം ചെയ്യപ്പെടുന്ന വാക്യമാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. മതി. യോഹന്നാൻ സ്നാപകൻ്റെ കാലം മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഇംഗ്ലീഷിൽ ആൻഡ് ദ വയലന്റ് ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. ഞാനിന്ന് പകൽ അതിലെ ലാസ്റ്റ് വാക്കാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്, ബലം പ്രയോഗിച്ച് പിടിച്ചടക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തിന് മനസ്സിലാകാത്ത ഒരു മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അത് ദൈവരാജ്യമാണ്. ലോകം എങ്ങനെല്ലാം അനലൈസ് ചെയ്തിട്ടും അതെന്താണെന്നൊന്നും ആർക്കും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ലത്. ക്രൂശിൽ കിടക്കുമ്പം ആ കള്ളനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് എൻ്റെ കൂടെ നീ പറുദീസയിലിരിക്കും. എന്തോ വാക്കാ അതൊക്കെ. അത് ബുദ്ധി കൊണ്ട് അളക്കാൻ പോയാൽ സ്തോത്രം. ഈ പ്രപഞ്ചം, യൂണിവേഴ്സ്, ദ ഹോൾ യൂണിവേഴ്സ് എന്തോ ഡിസ്റ്റൻസാ അറിയാമോ? എനിക്കറിയത്തില്ല. ഓരോ ദിവസവും അതിൻ്റെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കുകയെന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ ശാസ്ത്രം ഒരു അനുമാന കണക്ക് പറയുന്നുണ്ട്. 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സാണ്, 93,000 ബില്യൺ പ്രകാശവർഷം മുഴുവൻ യൂണിവേഴ്സും കൂടെ. അതിനകത്ത് സൂര്യനുണ്ട്, ഭൂമിയുടെ അടുത്താണ് നിൽക്കുന്നത്. 8,64,000 മൈൽ പ്രകാശവർഷം വ്യാസത്തിൽ 5,500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന സൂര്യൻ. തൊട്ടപ്പുറത്ത് 3,474 മൈൽ പ്രകാശവർഷം വ്യാസത്തിൽ സൂര്യൻ്റെ പ്രഭ വെളിപ്പെടുത്തുന്ന ചന്ദ്രൻ. പിന്നെ എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സികൾ, 1.6 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനിടയിൽ പൂച്ചെടികൾ, 4,000-നും 5,000-നും ഇടയിൽ പ്രസവിക്കുന്ന ജീവികൾ.
ഉച്ചയായതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇതിനെല്ലാം ഉളവാകട്ടെന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ മഹാദൈവം. ഇങ്ങനൊരു ദൈവത്തെ സേവിക്കുന്നതിൽ അഭിമാനമുള്ളവരുണ്ടെങ്കിൽ പൗലോസിനോട് ചേർന്ന് പറ, ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും. ഇതൊരു ബാധ്യതയാണെന്നൊന്നും ചിന്തിക്കരുത്. അഭിമാനത്തോടെ വേണം ആരാധനയ്ക്ക് വരാൻ. ഇങ്ങനൊരു ദൈവത്തെ സേവിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അഭിമാനമാണെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഈ ദൈവം സൃഷ്ടിച്ച മഹാപ്രപഞ്ചത്തിൽ ഭൂമിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഞാൻ പറഞ്ഞു സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് പ്രോക്സിമ സെഞ്ചുറി അല്ലേ. പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് 4.25 ദശലക്ഷം ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്താണ് അത് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ, ഗാലക്സി, നീലാകാശം, ഇതെല്ലാം കടന്നേച്ചാ യേശു വസിക്കുന്ന നാട്ടി. ആ കള്ളനോട് പറഞ്ഞ കാര്യമാണ്, നീ എൻ്റെ കൂടെ ഇന്ന്. അത് ആ വാക്കിൻ്റെ ആ ഡെപ്ത് ഞാൻ പറയാൻ വേണ്ടി പറയുക. ഒന്ന് നോക്കിക്കേ, ഇന്നുണ്ടായതിൽ ഏറ്റവും വലിയ വണ്ടി റോക്കറ്റിൽ ലംബോർഗിനി ഒന്നുമല്ല. ഇന്നുണ്ടായതിൽ ഏറ്റവും സ്പീഡുള്ള വണ്ടി എന്ന് പറയുന്നത് ഈ സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്ന ഒരു വാഹനമായിരുന്നു. അത് പ്രപഞ്ചത്തിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 175 മുതൽ 600 കിലോമീറ്ററിനകത്ത് മനുഷ്യൻ നിർമ്മിച്ച ഒരു സംഗതി, ആ സ്പേസ് അല്ലേ. അവിടെ നിന്ന് വന്ന ഷട്ടിൽ, അതിനകത്താണ് 4 പേർ ഒന്നിച്ച് ഫ്ലോറിഡയിലെ കടലിൽ എന്ത് ചെയ്തത്, ഈയിടെ വന്ന് ഇറങ്ങിയത്. അതിൻ്റെ വേഗത എന്ന് പറയുന്നത് 17,000 മുതൽ 27,000 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന വാഹനം അത്. ആ വാഹനത്തിൽ ഭൂമിയുടെ 175 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് 4 പേര് പോന്നിട്ട് അവർ ഫ്ലോറിഡ ആ കടലിൽ ഇറങ്ങാനായിട്ട് എടുത്ത സമയം എത്രയാണെന്നറിയോ? 17 മണിക്കൂറാണ്. ആ സാധനത്തെ നിങ്ങൾ 9.5 കോടി കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യനിൽ പോകണമെങ്കിൽ ഇന്നത്തെ കാലത്തെങ്ങും എന്ത് ചെയ്യത്തില്ല, പറ, എത്തത്തില്ല. അത് കഴിഞ്ഞുള്ള പ്രോക്സിമ സെഞ്ചുറി ഞാൻ പറഞ്ഞ വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഉണ്ടാക്കിയ സംഗതിയുടെ ഒക്കെ വലിപ്പം. പക്ഷെ കർത്താവ് പറയും, ഇന്ന് എൻ്റെ കൂടെ നീ എവിടെ ഇരിക്കും? എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ പൗലോസ് എന്നോട് പറഞ്ഞു, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ടങ്ങ്. അതിനൊരു സ്പീഡൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പെട്ടെന്ന് കണ്ണ് വയ്ക്കുന്നതിനിടയിൽ നാം എന്ത് ചെയ്യും? അന്നേരം എന്തോ ആയിരിക്കും നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ സംവിധാനത്തിന്റെ സ്പീഡെന്നൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് വെച്ച വേറെ ഒരു കാര്യവും ചെയ്യാനില്ല, ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാനല്ലാതെ. സ്വർഗ ഉന്നതി വെടിഞ്ഞ് എന്നെ തേടി മന്നി വന്ന ഈ ദൈവത്തെ അഭിമാനത്തോടെ സ്തുതിക്കാൻ സന്തോഷമുള്ള ദൈവമക്കൾ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവരാജ്യം എന്ന് പറയുന്ന വലിയൊരു മർമ്മമാണ്. അത് സാധാരണക്കാരുടെ ബുദ്ധി കൊണ്ടൊന്നും അളക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. ദൈവത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കാൻ യേശു പരമാവധി ഉദാഹരണങ്ങളാണ് എന്ത് ചെയ്തത്, പറഞ്ഞത്. ദൈവരാജ്യം സംബന്ധിച്ച് 13 ഉപമകൾ യേശു പറഞ്ഞു. അതിനകത്ത് 5 എണ്ണം കൃഷിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, 4 എണ്ണം പണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, 2 എണ്ണം ഒരു വിരുന്നുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, 1 ഭക്ഷണം പാകം ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞു, മറ്റൊന്ന് മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അങ്ങനെ 13 ഉദാഹരണങ്ങൾ ദൈവരാജ്യം സംബന്ധിച്ച് കർത്താവ് എന്ത് ചെയ്തു, പറഞ്ഞു. അപ്പോൾ അവർക്ക് ഏതാണ്ടൊക്കെ ഒന്ന് പിടികിട്ടി. അപ്പം കർത്താവ് പറയാണ്, പലരും ഈ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യാൻ നോക്കി. പക്ഷേ ബലാത്കാരികൾ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പിടിച്ചടക്കത്തുള്ളൂ. ദൈവരാജ്യത്തെ പിടിച്ചടക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് ദൈവത്തിന് ആവശ്യമുള്ളത്. ബലം പ്രയോഗിച്ച് പിടിച്ചടക്കും എന്നാൽ ഞാൻ നിങ്ങൾ എല്ലാ ദിവസവും ജിമ്മിൽ പോവാന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ജിമ്മിൽ പോയൊക്കെ പിടിച്ചടക്കാൻ നോക്കിയവരുടെ കൂട്ടത്തിൽ ഒരാളെ യാക്കോബ്. ദൈവത്തിൻ്റെ അടുക്ക മസിൽ പിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്നെയൊക്കെ നന്നായിട്ട് ദൈവത്തിന് അറിയാമല്ലോ, നിങ്ങളെ അറിയാം അല്ലേ. യാക്കോബ് വലിയ മസിലൊക്കെ പിടിച്ചു. കാര്യം പുള്ളിക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ നട്ടം വരാൻ തുടങ്ങുക. അന്നേരം ആ വലിയ നീതിമാനാന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ ദൈവം ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. അതെന്നെ അത്ഭുതപ്പെടുത്തി. ദൈവം ചോദിച്ചൊരു ചോദ്യമാണ്, നിൻ്റെ പേരെന്തോ? ഞാൻ ചോദിച്ചു, എന്തോ ചോദ്യം ചോദിക്കുന്നേ? അറിയാൻ വയ്യായിട്ട് ചോദിച്ചാണോ? അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ചോദിച്ചേ? അന്നേരം എന്നോട് പറഞ്ഞു, അവൻ്റെയും പേര് എനിക്കറിയാം, അവൻ്റെ അപ്പൻ്റെയും പേര് എനിക്കറിയാം, അവൻ്റെ വല്യപ്പൻ്റെയും പേര് എനിക്കറിയാം. പിന്നെ ഞാൻ ചോദിക്കാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അതാ കുറേ നാൾ മുമ്പ് ഇവൻ്റെ അപ്പൻ ഇവനോട് ഇവൻ്റെ പേര് ചോദിച്ചായിരുന്നു.
ജനിപ്പിച്ച അപ്പനും എന്നോട് വരി വെച്ചപ്പോൾ അവൻ പറഞ്ഞു ആ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ. ഹലോ, വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത്രേ ഉള്ളൂ. ദൈവരാജ്യത്തിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ആദ്യം വരേണ്ടത് സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഈ സ്വഭാവത്തിന് മാറ്റം ദൈവം ശരിക്കും അളക്കും, നമ്മൾ അളക്കുമല്ലോ. സ്വോത്രം. ഈ ഞാൻ രാവിലെ ഉടുത്തൊരു മുണ്ട് ഷർട്ട്, അത് ആ ക്രൗൺ പ്ലാസയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഉടുത്തതാണ്. അത് ഇവരുടെ വീട്ടിൽ വന്ന് ഊരിയിട്ടു. അത് ഊരിയിട്ടപ്പോൾ ഏറ്റവും ഇളയവള് അവളത്തെ വരയ്ക്കാവുന്നിടത്തെല്ലാം വരച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അന്നേരം ചോദിച്ചു, ഇത് കൊടുത്തോണ്ട് ഇനി എങ്ങനെ പോകുന്നു? അവരെല്ലാവരും അളക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പം അതിങ്ങനെ പറഞ്ഞേച്ച് വന്നപ്പോൾ ശരിക്കും പറഞ്ഞ നിങ്ങളുടെ അളവൊക്കെ അത് നിസ്സാരം കാര്യം. ഞാൻ അടുത്ത ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ അളവിനൊക്കെ ഒന്നും ഒരു പ്രസക്തി ഇല്ല. പക്ഷെ ദൈവം അളക്കും. ദൈവം അളക്കുന്നത് വേറൊന്നുമല്ല അളക്കുന്നത്, നമ്മുടെ ഡ്രസ്സൊന്നുമല്ല, അതൊക്കെ നമ്മൾ അളക്കുന്നത്. ദൈവം അളക്കുന്നത് നമ്മുടെ ആരാധനയെ ദൈവം അളക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്തോ ഈ സക്കറിയ പ്രവചനത്തിൽ 5 അളവ് കിടപ്പുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരളവാണ് ആരാധനയുടെ അളവ്. അത് ഞാൻ 5ഉം പറയാം, പക്ഷേ എനിക്ക് ആരാധനയുടെ അളവാണ് നിങ്ങളോട് പറയാനുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ അളവെന്ന് പറയുന്നത് നമ്മുടെ കഷ്ടതയെ ദൈവം അളക്കും. സക്കറിയ 1:12-13 വാക്യം പറയുകയാണ്, ദൈവജനം അനുഭവിക്കുന്ന കഷ്ടതയുടെ അളവ് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവം പറഞ്ഞു, ശത്രുവിനോട് പറഞ്ഞു, നീ അവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞുള്ളാനാണ് പറഞ്ഞു. പക്ഷേ ശത്രു അവരെ എന്ത് ചെയ്തു? കാലെ പിടിച്ച് നിലത്തടിച്ചു. ദൈവം പറയുക, അല്പം മാത്രം ഞാനൊന്ന് കോപിച്ചിരിക്കേ, നീ അധികമായി ചെയ്തതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? അളന്നു വെച്ചിട്ടുണ്ട്, കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അളവാണ് 2-ാം അധ്യായത്തിൻ്റെ 1:15-16 വാക്യം. ശത്രുവിനെ ദൈവം അളക്കുന്നത് പോലെ തന്നെ, ശത്രുവിൻ്റെ പ്രവൃത്തിയെ ദൈവം അളക്കുന്നത് പോലെ തന്നെ, അതെ, കഷ്ടത അളക്കുന്നത് പോലെ തന്നെ ദൈവം അളക്കും. എന്തോ അളക്കും? ശത്രുവിൻ്റെ പ്രവൃത്തിയെ ദൈവം അളക്കും. അപ്പം 1:12 പറയുന്നു കഷ്ടതയെ ദൈവം അളക്കും. 1:15 പറയുന്നു ശത്രു ചെയ്ത പ്രവൃത്തികളെ ദൈവം എന്ത് ചെയ്യും? അളക്കും. ഇനി 2:1 പറയുക, അളവ് നൂല് പിടിച്ച ഒരു പുരുഷൻ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള അളവാണ്. അതൊക്കെ ഉണ്ട് ദൈവത്തിൻ്റെ കൈ. ഒരു മനുഷ്യൻ അളവ് നൂല് പിടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ദൈവം ചോദിച്ചു, നീ എവിടെ പോവാ? അന്നേരം പറഞ്ഞു, ഞാൻ യെരൂശലേമിനെ അളന്ന് തിട്ടപ്പെടുത്താൻ പോവാ. അപ്പോൾ ചോദിച്ചു, എന്നത്തിനാ അതിനെ അളക്കുന്നത്? അന്നേരം അവൻ പറഞ്ഞു, ഒരു പ്ലാൻ എഞ്ചിനീയറുടെ കൈ കിട്ടിയാൽ പ്ലാൻ കൊണ്ടുവന്ന് ആദ്യം എഞ്ചിനീയർ നോക്കുന്നത് ഈ വസ്തുവിൽ അത് ആപ്ലിക്കബിൾ ആണോ എന്നാണ് നോക്കുന്നത്, അല്ലേ? അതിനു വേണ്ടിയാണ് ഞാൻ കയ്യിൽ എന്ത് പിടിച്ചിരിക്കുന്നത്? അളവ് നൂല് പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനിവിടെ വന്ന് നോക്കിയപ്പം ഈ പ്ലാനിനനുസരിച്ചൊരു സ്ഥലം ഇവിടെ ഇല്ല. കാര്യം എന്നാ? അളന്നപ്പം മനസ്സിലായി, പാതി കഴിയുമ്പോഴത്തേന് ഒരു സൈഡ് വലിയ താഴ്വര നിൽക്കുക, മറ്റേ സൈഡിൽ എന്തോ നിൽക്കുക? വലിയ മഹാപർവ്വതം നിൽക്കുക. അപ്പം ദൈവം പറഞ്ഞാടാ, എനിക്ക് ഇവിടെ തന്നെ വേണം പണിയണം, ഇവിടെ തന്നെ വേണം എനിക്ക് പണിയാൻ. അപ്പം ദൈവത്തോട് അവൻ ചോദിച്ചു, എങ്ങനെ പണിയാൻ പറ്റും? അങ്ങേ സൈഡ് താഴ്വര, ഇങ്ങേ സൈഡ് മഹാപർവ്വതം. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ കൃപാന്നങ്ങ് ആർപ്പോടാണിക്കല്ല് കയറ്റിക്കോ. അന്നേരം എന്തോ സംഭവിക്കുമെന്നറിയാവോ? ഈ മഹാപർവ്വതത്തിന്റെ അടിവേര ഇളകും. എന്നിട്ട് അതിനെ പൊക്കിയിട്ട് അത് എവിടെ കൊണ്ടിടും? ഉറക്കെ പറ. അന്നേരം നിന്റെ ജീവിതത്തിൽ ഒരു പണി നടക്കത്തില്ലെന്ന് ആരെല്ലാം വെല്ലുവിളിച്ചാലും ഈ പകൽ ഞാൻ സ്നേഹത്തോടെ പറയുക, ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. പ്രിയപ്പെട്ടവര്, ഒരു എക്സ്പാൻഷൻ ദൈവം ഒരുക്കും, ഒരു വിശാലത ദൈവം ഒരുക്കും. എത്ര പരിമിതി നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആ പരിമിതികളെ എടുത്തു മാറ്റിയേച്ച് ഒരു എക്സ്പാൻഷൻ ദൈവം ഒരുക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകലെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി 4-ാമത്തെ അളവ്, അത് മഹത്വത്തെ ദൈവം അളക്കും. അത് സെക്രിയാവ് 4:6-10 വരെയുള്ള വാക്യ. മഹത്വത്തെ ദൈവം അളക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ആരാധനയെ ദൈവം അളക്കും. എന്താ?
ആരാധന. അതെവിടാ കിടക്കുന്നത്? സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3:1-2 വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 3:1-2 വാക്യം അവിടെ എഴുതി വച്ചിരിക്കുക, അവൻ മഹാപുരോഹിതനായ യോശുവ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നു. സാത്താൻ അവനെ എന്ത് ചെയ്തു? കുറ്റം ചുമത്തി. എന്താ കുറ്റം ചുമത്തിയിരിക്കുന്നത്? 2-ാമത്തെ വാക്യത്തിലാ കുറ്റം കണ്ടത്. എന്താ ഉള്ള കുറ്റം? 3-ാമത്തെ 2-ാം വാക്യത്തിൽ സാത്താൻ നോക്കിയപ്പോൾ അവന്റെ വസ്ത്രം എന്താ? മുഷിഞ്ഞതാ. അപ്പൊ ദൈവം പറയാ 3:3-4 വാക്യത്തിൽ പറയാ, ആ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയേച്ച് അവൻ എന്ത് ചെയ്യണം? ഉറക്കെ പറ, വസ്ത്രം ധരിക്കും. നീ ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പൊ ആരാധനയിൽ എന്തോ പാടില്ല, 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 പാടില്ല. മുഷിച്ചിലുമായിട്ട് ആരാധന വരരുത്. മറ്റ് ഇനി വീട്ടിൽ ഇച്ചിരി പിണങ്ങിയിരുന്നാലും കുഴപ്പമില്ല, അത് ലൈസൻസ് ഒന്നുമല്ല. എന്നാലും വീട്ടിൽ പിണങ്ങിയിരുന്നാലും ആരാധന വരുമ്പോ എന്ത് ചെയ്യരുത്? സ്വോത്ര 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 സ്വോത്ര. ഈ ദൈവം പറയാം അത് മാറ്റ്. പിന്നെ അവനെ എന്തോ ധരിപ്പീര്? ഉത്സവവസ്ത്രം ധരിപ്പിക്കും. എന്നാ കാരണം? എന്നാ? ഈ ആരാധനയ്ക്കകത്ത് ഒരിക്കലും മുഷിച്ചില് ദൈവം എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടം. അതെങ്ങനെ മുഷിഞ്ഞതാന്ന് ദൈവത്തിന് മനസ്സിലായി. ദൈവം നോക്കും, നോക്കത്തില്ലേ? നോക്കും. അങ്ങനെയല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്? വെളിപ്പാട് പുസ്തകം 11:1 വായിച്ചു നോക്കിക്കേ. വെളിപ്പാട് പുസ്തകം 11:1 വായിച്ചു നോക്കിക്കേ. അങ്ങനെ അളക്കുവോന്ന് നോക്കിക്കേ. 11:1. പിന്നെ ദണ്ടുപോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. പിന്നെ ദണ്ടുപോലൊരു കോലന്റെ കൈ കിട്ടി. എന്നിട്ട് അവനോട് പറയാ, നീ അളക്കണം. എന്തോ അളക്കണം? റിജോയ്സ് മിനിസ്ട്രീസിനെ അളക്കണം, അതിനകത്തെ യാഗപീഠത്തെ അളക്കണം. അത് മാത്രമല്ല, അവിടെ നമസ്കരിക്കുന്നവരെ എന്ത് ചെയ്യണം? അപ്പം ഞങ്ങളാരും ജഡ്ജ് ചെയ്തില്ലല്ലോ, ആരും ജഡ്ജ് ചെയ്യുന്നുണ്ട്? സ്വോത്ര 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 സ്വോത്രം. പാവയ്ക്ക വിരിഞ്ഞതുപോലെ ഇരിക്കരുത്, ഏതാണ്ട് കളഞ്ഞു പോയതുപോലെ ദൈവസന്നിധി ഇരിക്കരുത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി കടന്നു വരുമ്പോ നമ്മുടെ ആരാധനയ്ക്ക് എന്തുണ്ട്? ഉറക്കെ പറ. അളവുണ്ടോണ്ടല്ലേച്ചാ എബ്രായർ 11:4 പറയുന്നത്, കായിനേക്കാൾ ഉത്തമമായ യാഗം ആര് കഴിച്ചു? ഞാൻ സണ്ണിച്ചാനും ആരാധിച്ചു. എൻ്റെ ആരാധനയെക്കാട്ടി നല്ലത് സണ്ണിച്ചാൻ്റെ ആണെന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? രണ്ടുപേരെ ദൈവം എന്ത് ചെയ്യണം? അളക്കണം. ആലയത്തിലൊരളവുണ്ട്. അത് എഗസ്കേൽ 43:12. എന്താ എഗസ്കേൽ 43:12 വായിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കിക്കേ. എഗസ്കേൽ 43:12 വായിച്ചേ. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ മുകളിൽ അതിവിശുദ്ധമായിരിക്കണം. അതിവിശുദ്ധമായിരിക്കണം. അപ്പൊ ആലയത്തിനകത്ത് എന്തുണ്ടായിരിക്കണം? ഉറക്കെ പറ. നമ്മളീ പറയുന്ന വിശുദ്ധി എന്ന് പറയുന്നത് ഈ വെള്ളയും ക്ലീൻ ചെയ്യുമൊന്നും അല്ല കേട്ടോ. അത് അങ്ങനൊന്നും ചിന്തിക്കരുത്. വെള്ളയിട്ടവരെല്ലാം വിശുദ്ധരാണ്. കൊല്ലത്ത് വെള്ളിക്കാവിലുള്ള ആ തള്ളയുടെ അത്രയും വെള്ളയിട്ട ഒരു മനുഷ്യൻ പോലും കേരളത്തിൽ, ഞങ്ങളുടെ പത്തനംതിട്ട സഭയിലാണ് ഈ പുതുക്കേരിലെ അച്ചാൻ വരുന്നത്, ചെങ്ങന്നൂര്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല വെള്ളത്തുണി കൊടുക്കുന്നത്. എന്നാലും ഞാനിടെ പറഞ്ഞു, നിങ്ങളുടെ അവിടെ നിന്നാണോ ഇനിയും പുള്ളിക്കാരത്തി മേടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതുപോലത്തെ വെള്ളം ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പം അത് പിന്നെ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, പിന്നെ എന്നാത്തിനാ പാസ്റ്റർ വെള്ളം ഇട്ടുകൊണ്ട് വന്ന? അത് ഞാൻ പറയാം, അവർ യോഗ്യന്മാരാകയാൽ വെള്ളം ധരിച്ചുകൊണ്ട് ഒരു മാന്യത എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും അല്ല. ദൈവം അളക്കും. ചുമ്മാതൊരു ക്ലബ്ബ് പോലൊന്നും കൂടി വന്ന് ദൈവത്തെ എന്ത് ചെയ്യരുത്? പ്രത്യേകിച്ച് വചനത്തിൽ ഇതൊക്കെ ചുമ്മാതെ പാസ് പറഞ്ഞാണ്? അല്ല, വചനം ഉണ്ടെന്ന് ഒന്ന് നോക്കിക്കേ. എഗസ്കേൽ 33:31 വായിച്ചു നോക്കിക്കേ. ഇന്നത്തെ പലരെയും കുറിച്ചും അല്ലേ ആ വാക്യം പറയുന്നത്? 33:31. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ ചെയ്യുന്നില്ല. വായുകൊണ്ടവർ വളരെ സ്നേഹം കാണിക്കുന്നു, ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. അടുത്ത വാക്യം 32-ാം വാക്യം, നീ അവർക്ക് മധുരസ്വരവും വാദ്യനൈപുണ്യമുള്ള ഒരുത്തന്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ല താനും. എന്നാൽ സംഘം കൂടി ഇങ്ങ് വരും. മനസ്സിലായോ? 4 മണി വരെ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുക? എല്ലാം കേൾക്കുക. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല. നമ്മളെ കുറിച്ചൊക്കെ അല്ലേ ഈ പറഞ്ഞിരിക്കുന്നേ?
സ്തോത്രം. അപ്പം ഈ ആരാധനയിൽ വന്ന് ക്ലബ്ബ് പോലെ വന്നിരുന്നിട്ട് കാര്യമില്ല. ഇത് നമ്മളെ പരിവർത്തിക്കണം, മാറ്റം ഉണ്ടാകണം. ഞാൻ എൻ്റെ സ്വഭാവം മാറ്റത്തില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും കടുംപിടുത്തം കാണിക്കുന്നെങ്കിൽ ഞാൻ അവരോട് പറയുക, നിങ്ങളെ വചനം പരിവർത്തിക്കുന്നില്ല. വചനം ഒരാളെ പരിവർത്തിച്ചാൽ ഒന്ന് താഴാനും ഒന്ന് സമർപ്പിക്കപ്പെടാനും ഒന്ന് 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 ദൈവവും ഭാഗം ഏൽപ്പിക്കപ്പെടാനും. ഹല്ലേലൂയ. ഈ പണ്ടാരണ്ട് പറഞ്ഞ പോലെ മീൻ കൂട്ടാത്ത നമ്പൂതിരി മീൻ മാർക്കറ്റിൽ പോയല്ല നമ്മുടെ ഇടപാട്. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? മീൻ കൂട്ടത്തില്ല നമ്പൂരി, പക്ഷെ പുള്ളി എന്ത് ചെയ്യുക? എടാ, മീൻ കൂട്ടുന്നവന് പോകാനുള്ള സ്ഥലമായത്. ജീവിതത്തിൽ ഈ വചനം അളക്കും ദൈവം. കായീനൊരളവുകോലുണ്ടായിരുന്നു, ഹാബേലിനൊരളവുകോലുണ്ടായിരുന്നു. ഭക്തന്മാരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചത് അളവുകോലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം കായീനോട് പറഞ്ഞു, നീ നന്മ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പ്രസാദം ഉണ്ടാകുമായിരുന്നു. സ്തോത്രം. നിന്നെ അളന്നപ്പം ഞാൻ നിന്നെ തൂക്കി നോക്കി, കുറവാ. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാ ദൈവം മാർക്കിട്ടാലും ഞാൻ പണിയും. പുള്ളി പണിതു. അതാച്ചാ പട്ടണമാണ് പണിത്. ഉൽപ്പത്തി 4:17 അല്ലേ? ഉൽപ്പത്തി 4:17 ഒന്ന് വായിച്ച് നോക്കിക്കേ. ഉൽപ്പത്തി 4:17 ശരിയാണോ എന്ന്? 4:17 എന്താ പണിത്? കായീൻ 4:17 തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു, അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. പണ്ട് ഞങ്ങൾക്കൊരു ലോറി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് സെൻറ്റ് മാത്യു എന്നായിരുന്നു. പക്ഷേ അതിൻ്റെ താഴെ ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു വട്ടപ്പേരാണ്. ഞാൻ ഇനി അത് പറയുന്നില്ല, ഇനി ഈ പേര് മാറ്റി നിങ്ങളെല്ലാം കൂടെ അത്. അപ്പോൾ പട്ടണത്തിന് പേരിട്ടു ഹാനോക്ക്. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പട്ടണം അറിയാവോ? ഇല്ല. ഈ ദൈവത്തെ കൂടാതെ എന്നാ റീലുണ്ടാക്കിയാലും, ദൈവത്തെ കൂടാതെ ഏത് വാട്സപ്പ് ഉണ്ടെങ്കിലും, ദൈവത്തെ കൂടാതെ ഏത് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിലും, ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഇതെല്ലാം തകരും. അതേസമയം 5-ാം അധ്യായത്തിൽ വേറൊരു കുടുംബത്തെ കാണാൻ പറ്റും. 4-ാം അധ്യായം പരാജയത്തിൻ്റെ അധ്യായമാണ്. പക്ഷേ 5-ാം അധ്യായത്തിൽ ഒരു കുടുംബമുണ്ട്. വായിച്ചു 5:21. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. എത്ര ഹാനോക്കുമാരുണ്ട്? 2. ഇന്നല്ലേ മനസ്സിലായത്? അല്ലേ? ശരിക്കും പറ, ഇന്നല്ലേ മനസ്സിലായത്? ഒന്ന് കായീൻ്റെ മകൻ ഹാനോക്ക്, രണ്ടാമത്തെ ഹാനോക്കായി ഇവിടെ പറയുന്നത് യാരേദിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞാൻ പറയാം. 6-ാം വാക്യം 5:6 ശേത്ത് അല്ലേ? 5:9 ഏനോഷ്, 5:12 കേനാൻ, 5:15 മഹലേൽ, 5:18 യാരേദ്, 5:21 ഹാനോക്ക്. അപ്പം ശേത്തിൻ്റെ 6-ാം തലമുറക്കാരൻ്റെ പേരാണെന്ത്? ഹാനോക്ക്. നമുക്ക് ചുരുക്കി അങ്ങ് പറയാം, ഒന്ന് കായീൻ്റെ മകൻ ഹാനോക്കും, മറ്റൊന്ന് ശേത്തിൻ്റെ മകൻ ഹാനോക്കും അല്ലേ? ശേത്തിൻ്റെ 6-ാം തലമുറക്കാരൻ ഹാനോക്ക്. ഈ ശേത്തിനൊരു മോൻ ജനിച്ചു, മോൻ്റെ പേര് ഏനോഷ് എന്ന. ഏനോഷ് ജനിച്ചപ്പോൾ ശേത്ത് എന്തോ ചെയ്തു? ഉൽപ്പത്തി 4:26 അവിടെ എഴുതിയിരിക്കുക, ശേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആരാധന തുടങ്ങി. ശേത്തിന് ഏനോഷ് ജനിച്ചപ്പോൾ എന്ത് ചെയ്തു? ഉറക്കെ പറ. എന്നാ ശേത്ത നീ ആരാധിക്കാൻ കാര്യം? ശേത്ത് പറഞ്ഞു, എൻ്റെ ഒരു ചേട്ടനുണ്ടായിരുന്നു, പുള്ളി ദൈവത്തെ കാട്ടി വലിയ പുള്ളിയായിരുന്നു. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? ദൈവത്തെ വെല്ലുവിളിച്ച് പട്ടണം പണിത് മോൻ്റെ പേരിട്ടു. പട്ടണവും ഇല്ല, പേരുമില്ല, മോനുമില്ല. എനിക്ക് മനസ്സിലായി, ദൈവത്തെ കൂടാതുള്ള സകല പണികളും എന്താ ശാബാരാധ. ഇന്ന് പകൽ ദൈവത്തോടുള്ള ബഹുമാനമായി ആരാധന എന്ന് പറയുന്നത്. അത് അനീഷ് പാസെ തൃപ്തിപ്പെടുത്താനുള്ളതല്ല, അത് സണ്ണിച്ചാനെ തൃപ്തിപ്പെടുത്താനുള്ളതല്ല, അത് പാടുന്ന സജിബ്രദനെ തൃപ്തിപ്പെടുത്താനുള്ളതല്ല. എൻ്റെ ദൈവം എൻ്റെ മധ്യത്തിൽ വന്നിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവില്
ഉള്ളു തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്ന ദൈവമക്കളൊക്കെ ഇന്ന് പകൽക്കാലം ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്ക്. ഈ ഞാൻ കഴിഞ്ഞ സാധാരണ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു സബ്ജക്റ്റിനെ എടുത്ത് പഠിപ്പിക്കും. അന്നേരം ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന എടുത്തൊരു സബ്ജക്റ്റ് ഗ്യാതറിങ് എന്നായിരുന്നു, കൂടി വരിക. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ 4 കൂടിച്ചേരലുകളാണ് പറഞ്ഞത്. ഒന്ന് പ്രവാസത്തിൽ നിന്നുള്ള കൂടിച്ചേരൽ, 2 യുദ്ധത്തിന് വേണ്ടി ഗ്യാദർ ഫോർ ബാറ്റിൽ, യുദ്ധത്തിന് വേണ്ടിയുള്ള കൂടിച്ചേരൽ, 3-ാമത്തെ കൂടിച്ചേരൽ ഗ്യാദറിങ് ഫോർ വർഷിപ്പ്, ആരാധനയ്ക്ക് വേണ്ടിയുള്ള കൂടിച്ചേരൽ, 4-ാമത്തെ കൂടിച്ചേരലാണ് ഗ്യാദറിങ് ഫോർ ഡെഡിക്കേഷൻ, സമർപ്പണത്തിന് വേണ്ടിയുള്ള കൂടിച്ചേരൽ. അതിനകത്ത് ഈ ആരാധനയ്ക്ക് വേണ്ടി ഇതെല്ലാം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അതിനകത്ത് ആരാധനയുടെ കൂടിച്ചേരൽ പറഞ്ഞപ്പോൾ ആരാധനയിൽ നമ്മുടെ ശരീരഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ സഭയെ പഠിപ്പിച്ചു. ആരാധന വന്നിരിക്കുമ്പം ശരീരഭാഷയ്ക്ക് എന്തോ ഉണ്ട്, പ്രാധാന്യതയുണ്ട്. ഉണ്ട്. എത്രയോ വാക്യങ്ങൾ തെളിവ. 134-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം പറയുക, ആരാധിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിപ്പിടിച്ചു വേണം ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ഇൻ ദ സാങ്ച്വറി. ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? ഉറക്കെ പറ, നിർബന്ധമായിട്ടും കര ഉയർത്തണം. ശബാരാധാര ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഡാളസിൽ ചെന്നപ്പോൾ 6000 പേര് കൂടുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ, ബെൻട്രി എന്ന് പറയുന്ന ഒരു ചർച്ച്, അവിടുത്തെ പാസ്റ്റർ എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകനാണ്, മലയാളിയാണ്. അന്നേരം ആ ചർച്ച് ഞാൻ ചെന്നു. 6000 പേര് കൂടുന്ന ഭയങ്കര ഒരു ചർച്ചാണ്. ആ ചർച്ച് ഞാൻ ചെന്നപ്പോൾ ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ആരാധനയുടെ പാറ്റേൺ? അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിർബന്ധമായിട്ടും ആരാധനയിൽ 2 കര ഉയർത്തിപ്പിടിച്ച് ഒരല്പസമയം ദൈവത്തിന് എന്ത് ചെയ്യും? പ്രൈസ് ചെയ്യും. ഞാൻ ചോദിച്ചു അതിൻ്റെ കാരണം. അന്നേരം അദ്ദേഹം പറയാം, കാൽവറിയെ കണ്ടാൽ കര ഉയർത്തി പോകുമെന്ന്. ഇന്ന് പകൽക്കാലം ഈ കൈ ചുമ്മാതൊന്നും ഉയരത്തില്ല. കൈ വരണമെങ്കിൽ എന്ത് കാണണം? ഓ ചുടവരവരവരവ. എന്റെ കർത്താവിന്റെ കാൽവറി മരണത്തെ ഓർത്താൽ സന്തോഷമായ നമ്മുടെ കര ഉയർന്നു പോകും. ഒരു കരമല്ല, 2 കര ഉയരും. അച്ഛാ, ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും ക്രൂരവും ഹീനവും മൃഗീയവുമായ മരണമായിരുന്നു ക്രൂശ് മരണം. അത് BC 600-ൽ പേർഷ്യൻസ് കണ്ടുപിടിച്ചതാണ്. ഈസ്റ്റേൺ മാസഡോണിലേക്ക് ക്രൂശീകരണം കൊണ്ടുവന്നത് അലക്സാണ്ടർ. BC 300-ലാണ് റോമക്കാര് അത് ആപ്ലിക്കബിൾ ആക്കിയത്. 600 വർഷം അവർ തുറന്നു. AD 300-ൽ കുസ്തന്തീനോസ് കോൺസ്റ്റന്റീന ക്രൂശീകരണം നിയമം മൂലം എന്ത് ചെയ്തത്? നിർത്തലാക്കിയത്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കിടക്കുന്ന ഒരു ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം. എന്തായിരുന്നു ക്രൂശീകരണത്തിൻ്റെ പ്രത്യേകത? 6 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന 3 ഘട്ടങ്ങളായിട്ടുള്ള ഒരു ശിക്ഷാരീതി. ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത്, ഒരു പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അത് ക്രൂശീകരണത്തിലാണെങ്കിൽ ഈ പോഡിയം പോലൊരു കൽത്തൂണിൽ പുറംതിരിച്ച് നേരെയല്ല, പുറംതിരിച്ച് അവരെ ബന്ധിച്ച് നിർത്തും. കയ്യും കാലും അതെ കയറ് കൊണ്ട് ചങ്ങല കൊണ്ടോ ബന്ധിച്ചിട്ട് 2 പടയാളികൾ 2 സൈഡിൽ വന്ന് നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? വലിയ ചാട്ടവാറ് കൊണ്ട് അടിക്കും. ഈ ചാട്ടവാറൽ ഈയക്കട്ടകളും ചൂണ്ടക്കൊളുത്തുകളും അതോടൊപ്പം തന്നെ എല്ലും കഷ്ണങ്ങളും അങ്ങനെ ചിട്ടപ്പെടുത്തിയ ചാട്ടവാറ. എന്തിനാ അടിക്കുന്നറിയോ? അടിച്ച് ഈ മനുഷ്യന്റെ ബലം ചെയ്യിപ്പിക്കുക അവർ ചെയ്യുന്നത്. അടിച്ചേച്ച് വലിച്ചു പറിക്കുമ്പോൾ മാംസത്തുണ്ടുകൾ പറഞ്ഞു പോകും. അപ്പൊ രക്തം എന്ത് ചെയ്യും? ക്രമാതീതമായിട്ട് ഒഴുകും. അങ്ങനെ രക്തം ക്രമാതീതമായിട്ട് ഒഴുകുമ്പോൾ അവന്റെ ബലം ചെയ്യിക്കും. എന്തിനാ ബലം ചെയ്യിപ്പിക്കുന്നത്? ഈ പ്രതിയുടെ സ്വന്തം തോളിലാ വധശിക്ഷയ്ക്കുള്ള ക്രൂശ് കൊടുക്കുന്നത്. ക്രൂശ് തോളിൽ വെച്ച് കഴിഞ്ഞാൽ ചങ്ങലയിടിപ്പിച്ച് വിലങ്ങണിയിച്ച് കൊണ്ടുപോകാൻ പാടാ. അങ്ങനെ പോകുമ്പോൾ പരസ്യമായ കവലയിലൂടെ കൊണ്ടുപോയിട്ട് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ആ ക്രൂശീകരണം നടത്തുന്നത്. ഈ
പോകുന്ന വഴിക്ക് പ്രതി ആരോഗ്യ ദൃഢഗാത്രനാണെങ്കിൽ അവൻ ആ ക്രൂശ് എടുത്ത് ആളുകളുടെ നേരെ വലിച്ചെറിഞ്ഞേച്ച് ഓടി രക്ഷപ്പെടാതിരിക്കാനായിട്ടാണ് അവൻ്റെ പുറം അവരെന്ത് ചെയ്യുന്നത്? അടിച്ചു പിളർത്തുന്നത്. നമ്മുടെ കർത്താവിൻ്റെ പുറം അടിച്ചു പിളർത്തി. ഒന്ന് കുറയെ 40 അടി അടിച്ചപ്പോൾ ഉഴവ് ചാല് പോലെ അത് കീറിയെന്നാണ് പറയുന്നത്. ഗബതയുടെ കൽത്തളത്തിൽ നിന്ന് ക്രൂശ് എടുത്ത് വെക്കുമ്പോൾ ആരോ പറഞ്ഞു പോലും, ഇവൻ പറഞ്ഞെന്ന് ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന്. രാജാവിന് കിരീടം വേണ്ടായോ? അവരുണ്ടാക്കി കൊടുത്തു. അത് പൊന്നുകൊണ്ടല്ല അവരുണ്ടാക്കിയത്. ക്രൂസേര എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മുള്ളുചെടി പാലസ്തീനിൽ മാത്രം കിട്ടുന്നതാ. അതിൻ്റെ മുള്ളിൻ്റെ നീളം 4 ഇഞ്ച് നീളമാ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. മറ്റേത് ചെടിയുടെ മുള്ളും ഉണങ്ങിക്കഴിയുമ്പോൾ ഒടിയും. പക്ഷെ ക്രൂസേരയുടെ പ്രത്യേകത, ഉണങ്ങുമ്പം അതിൻ്റെ കരുത്ത് ഇരുമ്പിൻ്റെ കരുത്താകും. അതുകൊണ്ട് മെടഞ്ഞെടുത്ത് ഒരു കിരീടം യേശുവിൻ്റെ തലയിൽ വെച്ചിട്ട് ചമ്മട്ടി കൊണ്ട് അടിച്ചു. കേട്ടോ, ഇതിങ്ങനെ താഴോട്ട് അടിച്ചിറക്കപ്പെടുമ്പോൾ കണ്ണിക്കൂടെ ചാടി, ചെവിയെ കൂടെ ചാടി, തലയോട്ടിക്കകത്ത് വീണു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ആ ക്രൂശുമായിട്ട് വെച്ച് യേശു ഗോൽഗോത്തയിലേക്ക് ചെല്ലുന്നത്. ഗോൽഗോത്തയുടെ വിരുമാറിൽ ക്രൂശ് ഇങ്ങനെ വിരിച്ചിട്ടു. എന്നിട്ട് പടയാളികൾ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് എൻ്റെ യേശുവിനെ പിടിച്ച് ക്രൂശെ കിടത്തി. എന്നിട്ട് മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച മക്കളെ, ഈ കൈയുടെ പസങ്ങൾ പറയാ, യേശുവിൻ്റെ കയ്യിൽ എവിടെ ക്രൂശ് അടിച്ചതെന്നറിയാം? ഇവിടെ അല്ല ആണി അടിച്ചത്, ഇവിടെ ആണി അടിച്ചത്. 2 കയ്യിൽ ഇവിടെ ആണി അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാ? കാല് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചേച്ച് കാലിൻ്റെ മേളിൽ ആ പൊത്തയ്ക്ക് മുകളിൽ ആണി അടിച്ചു. എന്നിട്ട് അവര് ക്രൂശിൻ്റെ തലപ്പൊക്കത്തിൽ കയറിട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് പോസ്റ്റ് പൊക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ക്രൂശ് പൊങ്ങുക. ലോകത്തിലെ ഏറ്റവും സുഖകരമായ യാത്ര നിങ്ങൾക്കറിയാം, പ്ലെയിൻ യാത്രയാ. എന്താ പ്ലെയിൻ യാത്രയിൽ ഒരു പ്രശ്നം? എയർകട്ട് വരുമ്പോൾ എത്ര വലിയ ബെൽറ്റ് ഇട്ടാലും നമ്മളൊന്ന് ജെർക്ക് ചെയ്യും, അല്ലേ? അങ്ങനെയാണ് കാൽവറി ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഈ ക്രൂശിൻ്റെ ചുവടിയെന്ന് താഴോട്ട് ഉറയ്ക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ, കൈ ആണിയല്ല. എൻ്റെ കർത്താവ് അതിവേദന താങ്ങാൻ വയ്യാതെ, കാലേലി വേദന ഇല്ല, കാലാണിയല. പുറം ഉഴവുചാല് പോലെ റാ പോലെ കാൽവറി കർത്താവ് വാളഞ്ഞു. കേട്ടോ, അതുകൊണ്ട് ആമോസ് 3:12 പറയുന്നത്, ആടിൻ്റെ 2 കാതും 1 കാലും സിംഹത്തിന്റെ വായിലിരിക്കുമ്പോൾ ഇടയൻ ചെന്നതിനെ വലിച്ചെടുക്കുന്നത് പോലെ കാൽവറിയുടെ കുലമരത്തിൽ നമുക്ക് വേണ്ടി വളഞ്ഞ ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽ ആ കാൽവറിയെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ കര ഉയർത്താൻ പറ്റാത്തത്? 2 കര ഉയർത്തിപ്പിടിച്ച് ഈ ആരാധനയുടെ നടുവിൽ എൻ്റെ യേശുവിന് മഹത്വം കൊടുക്കാൻ പറ്റുന്ന ദൈവമക്കൾ ഉള്ളം തുറന്ന് ദൈവത്തെ സ്തുതിച്ചു നടന്ന് ആരാധനയിൽ ശരീരഭാഷയ്ക്ക് പ്രത്യേകതയുണ്ട്. 95 സങ്കീർത്തനം പറയാ, ബോ ഡൗൺ, മുട്ടുകുത്തി വേണം ദൈവത്തെ ആരാധിക്കാൻ. 95 സങ്കീർത്തനം 6-ാം വാക്യം പറയുന്നത് മുട്ടുകുത്തി ആരാധിക്കണമെന്ന്. നെഹമ്യാ 8:25 വചനത്തോടുള്ള ബഹുമാനാർത്ഥം എഴുന്നേറ്റ് നിന്ന് വേണം ആരാധിക്കണം. 2 ശമൂവേൽ 6:14 പറയുന്നത് നൃത്തം ചെയ്ത് വേണം ദൈവത്തെ ആരാധിക്കാൻ. 47 സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത് കാഹളസ്വരത്തോടു കൂടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. 47-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നത് കൈത്താളത്തോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. എബ്രായർ 2:20 പറയുന്നത് സൈലൻസ് ബിഫോർ ഗോഡ്, അല്പസമയ ശാന്തമായി നിന്ന് വേണം ദൈവത്തെ ആരാധിക്കാൻ. വെളിപ്പാട് 7:11 പറയുന്നത് കാവിണ് വീണ് വേണം ദൈവത്തെ ആരാധിക്കാൻ. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ പേഴ്സണാലിറ്റി എല്ലാം മാറ്റി വെച്ച് നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് ഉള്ളു തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്ന ദൈവമക്കൾ എനിക്കറിയാം ശക്തമേറിയ ദൈവ സാന്നിധ്യം ഇന്ന് ഇവിടെ ഉണ്ട്. എന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഉള്ളു തുറന്നവനെ സ്തുതിക്കാൻ പ്രായം മറന്ന് ശരീരം മറന്ന്
സ്വന്തമായി അധ്വാനം കൊണ്ട് പടുത്തുയർത്തിയവന് മനസ്സിലായി ഇതെല്ലാം പരാജയമാ. പക്ഷെ ജീവിതം മാറാൻ ശേത്തു പറഞ്ഞു, ഏനോസിന്റെ കാലത്ത് നമുക്ക് കുടുംബ പ്രാർത്ഥന തുടങ്ങാം. ഏനോസിൽ നിന്ന് തുടങ്ങിയ കുടുംബ പ്രാർത്ഥന അത് കേനാന്റെ കാലത്ത് തുടർന്നു. കേനാന് മകളേലുണ്ടായി. പ്രാർത്ഥനയ്ക്ക് മാത്രം അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. മകളേലിന് യാരേതുണ്ടായി. യാരേതിന്റെ കാലത്ത് ഒരു ദൈവത്തെ ആരാധിച്ചു. യാരേതിന് ഹാനോക്കുണ്ടായി. ഹാനോക്കിന്റെ കാലത്ത് ഹാനോക്കിന് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കൊടുത്തു. ഹാനോക്കിന് ഒരു മോൻ ജനിച്ചു, മെതുശലേഖ്. മെതുശലേഖ് ജനിച്ചു കഴിഞ്ഞപ്പോ ഹാനോക്കിന് മനസ്സിലായി ഇത്ര ആരാധിച്ചാ പോരാ, ഇത്ര സ്തുതിച്ചാ പോരാ. നമ്മളൊക്കെ പറയുന്നത് പണ്ട് ഞങ്ങൾ ആരാധിച്ചായിരുന്നു, ഇപ്പോഴാന്ന്. അങ്ങനല്ല, പണ്ടത്തേതിനേക്കാൾ സ്ഥാനം കൂടുമ്പോ, സാമ്പത്തികം കൂടുമ്പോ, യോഗ്യത കൂടുമ്പോ, മാന്യത കൂടുമ്പോ കുറയേണ്ടതല്ല ആരാധന. ദൈവം നിനക്ക് മാന്യത തന്നെങ്കിൽ, ദൈവം നിനക്ക് തലമുറയെ തന്നെങ്കിൽ, ദൈവം എനിക്കറിയാം ഈ പകൽ ഉള്ളു തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒത്തിരി ദൈവമക്കൾ നിനക്ക് തിരിപ്പുണ്ട്. ഒത്തിരി സന്തോഷമാ ഈ കൂട്ടത്തിന്റെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. എല്ലാ മാന്യതകളും മറന്ന്, എല്ലാ യോഗ്യതകളും മറന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാ? ഈ പകൽ ദൈവമക്കൾ ചേർന്ന് പറ, മഹത്വത്തിന് യോഗ്യൻ ഒരുവൻ, സ്തുതികൾക്ക് യോഗ്യൻ ഒരുവൻ, ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ. എന്റെ പ്രിയപ്പെട്ടവര്, ഉള്ളു തുറന്ന് ഈ പകൽ ദൈവത്തെ സ്തുതിക്കുക. അവന്റെ സാന്നിധ്യം നിന്റെ മേൽ ചലിക്കുക. അവന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിന്റെ മേൽ ചലിക്കുക. അവന്റെ സാന്നിധ്യം നിന്റെ തലമുറയുടെ മേൽ ഈ പകൽ ചലിക്കുക. അവന്റെ കാലത്ത് ആരാധന തുടങ്ങിയത് അതിങ്ങനെ തുടരുകയാ, അതിങ്ങനെ തുടരുകയാ. ആരാധന തുടർന്നപ്പോ എന്തോ സംഭവിച്ചു. ദൈവം ചരിത്രത്തെ മാറ്റി. ഈ പകൽ ഞാനൊരു കാര്യം പറയാ, ദൈവത്തെ ബഹുമാനിക്കുന്നവന്റെ തലമുറ ചരിത്രത്തെ സ്വാധീനിക്കുന്ന തലമുറയായി മാറും. 1 ദിനവൃത്താന്തം 23:5 4000 പേർ വാതിൽക്കാവൽക്കാരും 4000 പേർ സ്തോത്രം പാടേണ്ടതിന് ദാവീദ് ഉണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുതിക്കുന്നവരുമായിരുന്നു. 26:8 ഇവരെല്ലാവരും ഓബേദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദോമിനുള്ളവർ 62 പേർ. ദൈവത്തിന് സ്തോത്രം. ഇന്നിപ്പം അനീഷ് പാസ് വന്നാൽ ഖത്തർ വിളിക്കാൻ 10,000 പേരാ. എൻ്റെ ദൈവമേ, എൻ്റെ കൂടെ നിൽക്കാൻ എത്ര പേരാന്നറിയോ? പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് ഞാൻ കണ്ടുമുട്ടിയ ഒരു കൂട്ടമായത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എനിക്കൊരു സ്നേഹമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ എവിടെ ചെന്നാലും എൻ്റെ പുറകെ നിൽക്കാൻ ഒത്തിരി പേരാ. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് എന്നെ സ്നേഹിച്ച ഒത്തിരി ദൈവമക്കളുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടമായി ഈ കൂട്ടം. എനിക്ക് നിങ്ങളോട് ഇന്ന് പകൽ പറയാനുള്ളത്, എന്തോ മാന്യത ദൈവം തന്നാലും, എന്തോ യോഗ്യത ദൈവം തന്നാലും, എത്രയെല്ലാം ദൈവം നമ്മെ ഉയർത്തിയോ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ, നമ്മുടെ ദൈവത്തെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ, ആരാധന കാര്യത്തിൽ മാത്രം ഒരു മടുപ്പ് കാണിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവൻ മെതുശലേഖ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഹാനോക്കിന് മനസ്സിലായി, ഇച്ചിരൂടെ ദൈവത്തോടു കൂടെ നടക്കണം, ഇച്ചിരൂടെ വചനം വായിക്കണം, ഇച്ചിരൂടെ ദൈവകൃപയിൽ നിൽക്കണം. ദൈവാനുഗ്രഹങ്ങളൊക്കെ തരുമ്പോൾ, ദൈവം കുടുംബജീവിതം തരുമ്പോൾ,
ദൈവം കുഞ്ഞുങ്ങളെ തരുമ്പം, ദൈവം കൊച്ചുമക്കളെ തരുമ്പം, അതിൻ്റെ ഒന്നും പുറകെ സന്തോഷിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. യാക്കോബിനോടൊക്കെ ചോദിച്ചാൽ അവൻ പറയും, അവൻ്റെ വടിയെ ചാരിക്കൊണ്ടവൻ ദൈവത്തെ ആരാധിച്ചു. ഞാൻ ചോദിച്ചെന്തിനാടാ നീ വടിയെ ചാരിയത്? അന്നേരം പറഞ്ഞു, എഴുന്നേക്കാൻ വയ്യ, എന്നാലും വടിയെ ചാരുന്നതിൻ്റെ കാരണം അന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉടുപ്പും ചെരുപ്പും എടുക്കാൻ മറന്നതാ. പക്ഷെ ദൈവം നടത്തിയ വിധങ്ങളുണ്ട്, ദൈവം കൊണ്ടുവന്ന വഴികളുണ്ട്, ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം ഈ വടിയേലുണ്ട്. ദൈവം നടത്തിയതല്ല ഈ വടിയേലുണ്ട്. ഒറ്റ കാര്യം മാത്രമേ കൊടുക്കാനുള്ളൂ, എന്റെ ജീവിതം മാത്രമേ ദൈവത്തിന് കൊടുക്കാനുള്ളൂ. എന്റെ ജീവിതം മാത്രമേ ദൈവത്തിന് കൊടുക്കാനുള്ളൂ. തിരുമുൽ കാഴ്ച അർപ്പിക്കാൻ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ കുടുംബജീവിതത്തിൽ ഇപ്പം 10-15 വർഷമായി. ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു മൂലധനം, ദോഹയിലൊരു സുരേഷങ്ങളുണ്ട്, കാർ വിറ്റ് വെച്ച് കൺവെൻഷൻ നടത്തിയതാ. അതിൻ്റെ പിറ്റേ ആഴ്ചയില കല്യാണം വന്നത്. അത് നടത്തി കഴിഞ്ഞപ്പം കയ്യിലൊന്നുമില്ല. സുരേഷങ്ങൾ തന്ന ഒരു 5000 രൂപയെന്ന് ആരംഭിച്ചതാ. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കൊതി പോലെ കൊതിക്ക് അപ്പുറത്ത് കൊടുക്കാൻ എൻ്റെ കരത്തെ ദൈവം ബലപ്പെടുത്തും. സ്തോത്രം. എൻ്റെ പിള്ളേരെപ്പോഴും പറയും, അപ്പായുടെ പേര് ഞങ്ങൾ സ്കൂളിൽ പറയത്തില്ലെന്ന്. കാര്യം അപ്പായുടെ പേര് പറഞ്ഞാൽ അവന്മാർക്ക് പണിയാണ്, അതുകൊണ്ട് അപ്പായുടെ പേര് പറയത്തില്ല. സ്തോത്രം. എൻ്റെ അനിയൻ്റെ മോള് ഇവിടെ വെച്ച് അവിടെ ഫ്രണ്ട്സിനെ എല്ലാം കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി, ഇത് ഞങ്ങളുടെ വല്യപ്പായ TV പ്രസംഗിക്കുന്നതാണ്. ഞാനത് ലാഗ്മിയോട് പറഞ്ഞപ്പോൾ അവൾ പറയാ, പ്രൊമോട്ട് ചെയ്യാൻ ഒരാളേലും ഉണ്ടല്ലോ, പിള്ളേരടുപ്പിക്കത്തില്ല. സ്തോത്രം. അവർക്കത് ബാധ്യതയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്താൽ എനിക്ക് എൻ്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഉന്നതന്മാരുടെ കൂടെ യാത്ര ചെയ്യാൻ, ഉന്നതന്മാരുടെ കൂടെ സഞ്ചരിക്കാൻ, എത്രയോ ഇടത്ത് കർത്താവിനെ പ്രസംഗിക്കാൻ, നിങ്ങളും എല്ലാം ഈ അനുഭവങ്ങളുള്ളവരാണ്. എനിക്കറിയാം ഈ സഭയിലെ ഓരോ ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ഖത്തറിൽ ദൈവം നിങ്ങളുടെ നിന്ന മാറ്റിയതൊക്കെ എത്ര അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നീതി ഓർക്കുമ്പം ദൈവത്തെ ആരാധിക്കണം. അവൻ ദൈവത്തോടൊപ്പം നടന്ന അച്ഛാ ഒരു ദിവസം ദൈവം അങ്ങ് എടുക്കും. ദൈവത്തോടൊപ്പം നടക്കുന്നവനെ ദൈവം അങ്ങ്. സ്തോത്രം. ദൈവം പറഞ്ഞു, ഒരു സെൻട്രൽ പാസ്റ്റർ അടക്കണ്ടടാ, ഞാൻ കൊണ്ടുപോക്കോളാം. സ്തോത്രം. അല്ല, ഉള്ള തിരുമേനിമാർ മുഴുവൻ അടക്കി വെച്ച് ഉയർത്തില്ലല്ലോ, എല്ലാം എടുക്കും. സ്തോത്രം. അതുകൊണ്ട് ദൈവം അങ്ങെടുത്തു. അത് മാത്രമാണോ? അവൻ്റെ തലമുറ വരുവാ. അവൻ്റെ തലമുറയാ പ്രളയാനന്തര ഭൂമി അതിജീവിച്ചു. ഈ ഭൂമി അത്ര കൊള്ളാവുന്നൊന്നുമല്ല. 25 വർഷം മാത്രം നോക്കിയാൽ മതി. 2000 മുതൽ ഇങ്ങോട്ട് നോക്കിക്കോ ബ്രദറെ, എന്തെല്ലാം പ്രശ്നങ്ങൾ, മേഘവിസ്ഫോടനം അല്ലേ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി, ഒറ്റ മഴ 1/2 മണിക്കൂർ 6 അടി വെള്ളം പോകും. ഉത്തരാഖണ്ഡിൽ പെയ്ത പോലെ ഒറ്റ പെയ്ത 6 അടി വെള്ളം. സ്തോത്രം. ഹിമാലയ മഞ്ഞുമല, ഓസോൺ പാളി എന്ന് വേണ്ട റിക്ടർ സ്കെയിലിൽ 8 മേളിലുള്ള ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഭൂമി സുനാമിയൊക്കെ 9. എൻ്റെ ദൈവമേ. പിന്നെ വൈറസുകളുടെ കാര്യമൊന്നും ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാമല്ലോ എന്തെല്ലാം 10-17 എണ്ണം അല്ലേ. സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, നോറ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, കോവിഡ് എന്ന് വേണ്ട. ഇപ്പം പിന്നെ അതിൻ്റെ വകുപ്പ്. ഇത് താമസിക്കാൻ പറ്റിയ ഭൂമിയല്ല. സ്തോത്രം. പക്ഷേ അത് ജീവിക്കുന്നൊരു തലമുറ കാഹളം ധരിക്കും. മരിച്ചവർ പറ
അതുകൊണ്ട് രൂപാന്തരപ്പെടും. നമുക്ക് ഈ പ്രത്യാശയിൽ ധൈര്യപ്പെടാം. ഹല്ലേലൂയ. ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയൊന്നും വ്യർത്ഥമല്ലെന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാം. ജുഡാരവരവ ഷൈഡൽ കടകനവരവരവ ഉറപ്പുള്ളവരായി ഈ വേലയിൽ വർദ്ധിച്ചു വരാം. ബലാത്കാരികൾ ബലാത്കാരൻ സ്തോത്രം. സ്വഭാവത്തിലുണ്ടാകുന്ന എല്ലാ പരിവർത്തനങ്ങളും തന്നെ ജീവിതത്തിൽ നിത്യതയുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുന്ന അനുഗ്രഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് പകൽ നമ്മെ സമർപ്പിക്കാം. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടച്ചു. ഈ പകൽ ഈ വചനം എത്ര പേർക്ക് മനസ്സിലായി? പട്ടണമൊന്നും പണിതില്ലേലും വേണ്ട, പേരൊന്നും എടുത്തില്ലേലും വേണ്ട, ആളായില്ലേലും വേണ്ട, എനിക്കെൻ്റെ ദൈവത്തോടൊപ്പം നടക്കണം. ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവത്തെ സേവിച്ച് ശബാരാധരാധര വല്ലവിധേനയും നിത്യരാജ്യത്തിൻ്റെ ഓഹരിക്കാരനാകണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ, ജീസസ് ഹല്ലേലൂയ. യാക്കോബ് മല്ല് പിടിക്കാൻ ചെന്നത് ഒരു സമയത്താണ്. എപ്പോഴാ? കുടുംബം നഷ്ടപ്പെടുമെന്നൊരു സമയത്താണ്. പക്ഷേ ദൈവം അവനെ ഓർത്തു, ദൈവം അവൻ്റെ അതിരുകൾ വിശാലാക്കി. അല്ലെങ്കിലും ദൈവത്തെ ബഹുമാനിച്ച അപ്സൈഡ് ഡൗൺ ദൈവം ജീവിതത്തെ തിരിക്കും. ഇന്ന് പകൽ ഈ ദാൻമക്കളെ അമോനിയർ എന്ത് ചെയ്തു? തിക്കിത്തിരക്കി. പർവ്വതത്തിന് താഴോട്ട് ഇറങ്ങാൻ എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. അതിരുകൾ മാറ്റാൻ അനുവദിക്കാതെ നിന്നെ ഒതുക്കുന്ന വ്യാപാരങ്ങളെ പൊട്ടിച്ച് ജീവിതത്തിലൊരു വിശാലത സമ്മാനിക്കാൻ ദൈവം മതിയായ ദൈവ ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ആണിയെ തൂങ്ങിക്കിടക്കുമ്പോഴും കാൽവറി പറഞ്ഞത് മുഴുവൻ നമ്മളോടുള്ള സുവിശേഷം. 7 മൊഴിയുണ്ട്, അതിൽ 5-ാമത്തെ മൊഴി. അവിടുന്ന് വേണം അത് ആരംഭിക്കാൻ. എന്താ 5-ാമത്തെ മൊഴി? എന്താ 5-ാമത്തെ മൊഴി? ഐ തെസ്റ്റ്, എനിക്ക് ദാഹിക്കും. ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ, സ്വകാര്യ നൊമ്പരങ്ങളുടെ മുമ്പിൽ ദാഹിക്കാത്ത മനുഷ്യരുണ്ടോ? മനുഷ്യരായ മനുഷ്യരൊക്കെ എന്ത് ചെയ്യും? ദാഹിക്കും. മനുഷ്യൻ ദാഹിക്കും. ദാഹിക്കുന്നവൻ കാത്തു നിൽക്കുക, ആരെങ്കിലും വരും. ആരുമില്ലാത്തവൻ ആരാ ചത്തോണ? ദൈവം പോലും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ 4-ാമത്തെ മൊഴി ഉറക്കെ ചോദിക്കുക, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്ന്. ഏറ്റവും കൈവിടപ്പെട്ടവനാണെന്നുള്ള തോന്നലിൽ ക്രൂശിൻ്റെ ചോട്ടിലോട്ട് നോക്കിയപ്പം ഏറ്റവും കൈവിടപ്പെട്ട 2 പേർ അവിടെ നിൽക്കുന്നു. ആരൊക്കെയത്? ഒന്ന്, നൊന്ത് പ്രസവിച്ച അമ്മ. സ്വന്തം കുഞ്ഞു ക്രൂശെ കിടന്ന് തൂങ്ങി ആടുമ്പം നെഞ്ചിനകത്ത് വാള് വഹിക്കുന്ന അമ്മ. തൊട്ടപ്പുറത്തൊരു കൂടപ്പുറപ്പ്, നിസ്സഹായന. ഈ കൂടപ്പറപ്പുകൾ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. എനിക്കറിയത്തില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ. ഞാനും അവനും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്, 2 പേരേ ഉള്ളൂ. അവന് ജോലി കിട്ടിയപ്പോഴേ ആദ്യം കൊണ്ടൊരു കാർഡ് എൻ്റെ കൈ കൊണ്ടെത്തന്നു. എന്നിട്ട് പറഞ്ഞ് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ എടുത്തോണമെന്ന്. ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. അവൻ്റെ കാർഡല്ലല്ലോ എന്നെ വിളിച്ച ദൈവത്തിൻ്റെ കയ്യിരിക്കുന്ന കാർഡ്. പക്ഷേ കൂടപ്പുറപ്പ് തമ്മിലുള്ളൊരു ബന്ധമാണ്, പലപ്പോഴും ധൈര്യം അതാ. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്വന്തം കൂടപ്പുറപ്പ് ക്രൂശെ കിടന്ന് തൂങ്ങിയാടുമ്പം നിസ്സഹനായി നിൽക്കുന്ന സഹോദരൻ, അപ്പുറത്ത് അമ്മ. അപ്പം സ്വർഗം പറയാ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ, ഇതാ കാൽവറി. കേട്ടോ, ഏത് കൈവിടപ്പെട്ടവനും കൂട്ടൊരുക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ തകർന്നവരാണോ? ആരെ സഹായിക്കാനില്ലേ? കൂട്ടൊരുക്കും. സ്വന്തം കൂടപ്പുറപ്പിന് കൂട്ടൊരുക്കുന്നത് കണ്ടപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്നവൻ ചോദിക്കുക, ഞാൻ താമസിച്ചോന്ന്. അപ്പോഴാ പറഞ്ഞത്, യു ആർ നോട്ട് ലേറ്റ്. നീ താമസിച്ചിട്ടില്ലടാ, ഇന്ന് ഞാൻ നിന്നെ എവിടെ ഇരുത്തും. ഉറക്കെ പറ. ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിന് എന്താ പ്രിയപ്പെട്ടവരെ മടുപ്പ്? ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിന് എന്താ പ്രിയപ്പെട്ടവരെ മടുപ്പ്?
ഇങ്ങനൊരു ദൈവത്തെ സ്നേഹിക്കുന്നതിൽ എനിക്ക് മടുപ്പില്ലെന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ചയെന്ന് പറയാൻ പറ്റുന്ന ദൈവമക്കളെ, അങ്ങെ ഉയർത്തുന്നതായ എന്റെ ആശ, അങ്ങെ സേവിക്കുന്നതായ എന്റെ വാഞ്ച, അങ്ങെ ആരാധിക്കുന്നതായ എന്റെ വാഞ്ച. എത്ര കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം ഉറക്കെ പറയും, യെസ്, പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ചത് ഗ്വാളിയാറിലാണ്. 6000 പേര് കൂടി ഒരു കൺവെൻഷൻ. ഇന്ത്യ ചെറിയ സംഭവമൊന്നുമല്ല. മിഷണറിമാർ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒത്തിരി അനുഭവങ്ങളൊക്കെ കേട്ടേച്ച് ഞാനൊരു വചനം പ്രസംഗിച്ചു. ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് ഏത് നിയമം കൊണ്ടുവന്നാലും എൻ്റെ ഉയർപ്പിനെ തടയാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമത്തിനും, എന്നെ കൊല്ലാൻ പറ്റിയെന്ന് വരാം, പക്ഷെ എൻ്റെ ഉയർപ്പിനെ തടയാൻ ഒരു നിയമത്തിനും, ഈ യേശുവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പം അവിടുത്തെ പാസ് പറഞ്ഞ എല്ലാവരെയും വിളിക്കരുത്, 15 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരെ വിളിക്കാം. 600 പേര് 700 പേര് ഇങ്ങനെ നിരന്ന് വരിക. അപ്പം പാസ് പറഞ്ഞു അവിടെ നിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഇതെല്ലാം കർത്താവിന് വേണ്ടി. നീ അറിയാവുന്ന ഹിന്ദി, എനിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ വന്നത് ചുമ്മാതൊന്നും വേല ചെയ്യാനല്ല, ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ ഞായറാഴ്ച എന്നോട് പറഞ്ഞതാ, ജീവൻ കൊടുക്കാൻ ഏത് നിയമത്തിന് തടയാൻ പറ്റുമെന്ന്. എടാ, യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ കൊതിയോടെ നിൽക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാർ എൻ്റെ രാജ്യത്തുള്ളപ്പോൾ ഏത് നിയമത്തിന് തടയാൻ പറ്റും എൻ്റെ രാജ്യത്ത് വെളിപ്പെടാൻ പോകുന്ന ഉണർവിന്? നമുക്കൊരു നിമിഷം ദൈവസ്ഥനെ എഴുന്നേറ്റ് നിൽക്കാം. ഇതിൽ കൂടുതലൊന്നും പറയാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. ഭയങ്കര ഒരു ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്. ഈ ആരാധനയ്ക്കൊരളവുണ്ട്, ദൈവസന്നിധിയിൽ ഒരളവുണ്ട്. ഇന്ന് പകൽ എൻ്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാൻ കൊതിക്കുന്ന ദൈവമക്കൾ മാത്രം ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കോ. നമ്മുടെ പ്രിയപ്പെട്ടവർ നന്നായിട്ട് പാടും, അവരോട് ചേർന്ന് പാടി നമുക്കിന്ന് പകൽക്കാലം പൂർണ്ണ ഹൃദയത്തോട് ഒരല്പസമയം നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ശബ്ദം ഉയർത്തി ആത്മനിയോഗത്തോടുകൂടി കരങ്ങളെ തട്ടിപ്പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ യേശു രാജാവിനെ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു യേശു രാജാവിനെ അങ്ങേ സ്തുതിക്കുന്നു,
അങ്ങേ സ്തുതിക്കുന്നു. യേശു രാജാവിനെ ഓ അങ്ങേ ഉയർത്തുന്നതാ എന്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാ എന്റെ വാഞ്ച, അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാ എന്റെ വാഞ്ച, അങ്ങേ ഉയർത്തുന്നു, അങ്ങേ ഉയർത്തുന്നു. യേശു രാജാവിനെ അങ്ങേ ഉയർത്തുന്നു, അങ്ങേ ഉയർത്തുന്നു. യേശു രാജാവിനെ ആമേൻ. അങ്ങേ സ്നേഹിക്കുന്നതാ എന്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാ എന്റെ വാഞ്ച, അങ്ങേ സ്നേഹിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാ എന്റെ വാഞ്ച, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ ഘോഷിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ഘോഷിക്കുന്നതാ എന്റെ വാഞ്ച, അങ്ങേ ഘോഷിക്കുന്നതാണ് എന്റെ ഹല്ലേലൂയ എന്റെ വാഞ്ച, അങ്ങേ ഘോഷിക്കുന്നു, അങ്ങേ ഘോഷിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ ഘോഷിക്കുന്നു, അങ്ങേ ഘോഷിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ പ്രശംസിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ പ്രശംസിക്കുന്നതാണ് എന്റെ വാഞ്ച, അങ്ങേ പ്രശംസിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ഓ ഹല്ലേലൂയ അങ്ങേ പ്രശംസിക്കുന്നു, അങ്ങേ പ്രശംസിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ പ്രശംസിക്കുന്നു, അങ്ങേ പ്രശംസിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ വണ്ണിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ വണ്ണിക്കുന്നതാ എന്റെ വാഞ്ച, അങ്ങേ വണ്ണിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ വണ്ണിക്കുന്നതാണ് എന്റെ അങ്ങേ വണ്ണിക്കുന്നു, അങ്ങേ വണ്ണിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ വണ്ണിക്കുന്നു, അങ്ങേ വണ്ണിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ പുകഴ്ത്തുന്നതാണ് എന്റെ ഓ ഹല്ലേലൂയ ഓ അങ്ങേ പുകഴ്ത്തുന്നതാ എന്റെ ആശ, അങ്ങേ പുകഴ്ത്തുന്നതാണ് എന്റെ അങ്ങേ പുകഴ്ത്തുന്നു. യേശു രാജാവിനെ അങ്ങേ പുകഴ്ത്തുന്നു, അങ്ങേ പുകഴ്ത്തുന്നു. യേശു രാജാവിനെ അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, ആമേൻ. അങ്ങേ ആരാധിക്കുന്നതാണ് വാഞ്ച, അങ്ങേ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാ എന്റെ വാഞ്ച, അങ്ങേ പ്രഭാഷിക്കാറി വര ഓ അങ്ങേ സ്തുതിക്കുന്നതാ എന്റെ വാഞ്ച, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. യേശു രാജാവിനെ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ യേശു രാജാവിനെ അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാ എന്റെ വാഞ്ച, അങ്ങേ ഉയർത്തുന്നതാ എന്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാ എന്റെ വാഞ്ച, അങ്ങേ ഉയർത്തുന്നു, അങ്ങേ ഉയർത്തുന്നു. യേശു രാജാവിനെ അങ്ങേ ഉയർത്തുന്നു, അങ്ങേ ഉയർത്തുന്നു. യേശു രാജാവിനെ അങ്ങേ സ്നേഹിക്കുന്നതാ എന്റെ ആശ,
അങ്ങേ സ്നേഹിക്കുന്നതാ എൻ്റെ വാഞ്ച, അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാ എൻ്റെ വാഞ്ച, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു യേശു രാജാവിനെ, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു യേശു രാജാവിനെ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ പ്രവാസിക്കാരെ ദവരേബേ പാദിതാഹത്രരീദേ ഓരാചാരിക്കാവേദേ ഓരാചാരിദാരീദേ ആരാബാരി ബഗരി ബഗരി ദാരീദേ ആരാബാരി ദാരീദാ ആരിദാഹത്രരീദേ ആരി ഖബരി ദഗരീദേ ആദി ഖബരി ബഗരി ദഗരാജാരീബേ ഓ ഹല്ലേലൂയ ആരി ഖബരി ദഗരി ദാരീദേ ഓരാമാരി ദാബാബരീവേ ഓ ഹല്ലേലൂയ ആമേൻ 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 സ്തുതിക്കാം, ആരാധിക്കാം ഓ മേരാ ബാരി ഗാരികാ ഓരി തകരെ ബാരി 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 കരീബ താദി ബാരി ബാരി ത ആരി ഖാരി താരിഖാ ബാബा ബാരി ഖബരീബേ ആരി ഖാരി ഖാരി ബാരി ബാരി കരീ ഓ ഹല്ലേലൂയ ആമേൻ 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 Bari to bari papa ora bara oh അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാ ഓ അങ്ങേ സ്നേഹിക്കുന്നതാ എൻ്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാ എൻ്റെ വാഞ്ച, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് വാഞ്ച. കർത്താവേ, ഹല്ലേലൂയ, ഈ ആയുസ്സ് മുഴുവൻ അങ്ങയെ സ്നേഹിച്ചും സേവിച്ചും ഹല്ലേലൂയ, ആരാധിച്ചും വിശ്വസ്തരായി ഞങ്ങളുടെ മഹിമ കണ്ട സാക്ഷികളായി നിൽപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, സഭയെ അനുഗ്രഹിക്കുന്നു, കർത്തദാസ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇനി കാണുവോളം രക്തത്തെ മറയ്ക്കണം. വരവാണെങ്കിൽ വരവിനായി ഒരുക്കണം. നിത്യതയിൽ ഒന്നിച്ച് സന്തോഷിക്കുന്ന ആത്മീയ അനുഭവത്തെ പ്രത്യാശിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ ശക്തമായ ദൂത് നമ്മോട് ഇടപെട്ടപ്പോൾ കേട്ട വചനത്തിനു മുമ്പിൽ നമ്മെ തന്നെ താഴ്ചയേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ പ്രിയ ഷാജി ബ്രദർ പ്രാർത്ഥിച്ചാണ്. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി വീണ്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. കർത്താവേ,
ഈ കർത്താവേ നല്ല ദിവസം ഹല്ലേലൂയ മിഡിലീസ് അങ്ങേ ആരാധിക്കുന്ന ദിവസം ഹല്ലേലൂയ അടിയങ്ങൾക്കും ആലയത്തിൽ കടന്നു വരുവാനും ഹല്ലേലൂയ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതിൻ്റെ വാഞ്ച എന്ന് ചേർന്ന് പറയുവാനും സത്യത്തിൽ ആത്മാവിൽ അങ്ങേ ആരാധിപ്പാനും ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആദ്യോടി സമയം വരെയും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അടികളോട് കർത്താവേ ഹല്ലേലൂയ സങ്കീർത്തനം പങ്കുവെച്ച കർത്താവേ അഭിഷിക്തനെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ഞങ്ങൾക്ക് ആരാധിപ്പാൻ ഞങ്ങൾക്ക് അവസരങ്ങളെ ഒരുക്കിയല്ലോ, ചിക്കുവിനെ അതിനായിട്ട് ബലപ്പെടുത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. സണിച്ചാനെ ബലപ്പെടുത്തിയല്ലോ, നന്ദി പിതാവേ. തുടർന്ന് നിഷ്പാസങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ള വചനം ഹല്ലേലൂയ കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അമ്മയുടെ കർത്താവേ ആമേ അവസാന തുള്ളി രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ് ഞങ്ങളെ വീണ്ടെടുത്ത ആ ദൈവത്തെ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒന്നുകൂടെ ഹല്ലേലൂയ സത്യമായ ആഴത്തിൽ വരച്ചു കാട്ടുവാൻ കർത്താവേ അഭിഷിക്തനോട് ഇടപെട്ടു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആരാധനയിൽ ഹല്ലേലൂയ അങ്ങോട്ട് സത്യത്തിൽ ആത്മാവിൽ അങ്ങ് ആരാധിപ്പാൻ അടിച്ചു വരുവാൻ ഹനോക്ക് അങ്ങോട്ട് ചേർന്ന് നടന്നതുപോലെ ഹല്ലേലൂയ ഹനോക്കിനെ അങ്ങ് എടുത്തതുപോലെ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അങ്ങോട്ടൊന്ന് ചേർന്ന് നടപ്പാൻ ആരാധനയ്ക്ക് ഹല്ലേലൂയ എവിടെയെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ താവേ ഇടിഞ്ഞു കിടക്കുന്ന എവിടെയെങ്കിലും ഹല്ലേലൂയ ഏതെങ്കിലും കല്ലുകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതെടുത്തൊന്ന് പണിത് ആ യാഗപീഠം ഒന്ന് പണിത് ആരാധനകൾ വീണ്ടും തുടങ്ങുവാൻ ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉല്ലാസത്തോടും ദേഹത്തോടും കോശത്തോടും ഹല്ലേലൂയ ആലയത്തിൽ കടന്നു വന്ന ആലയത്തിന്റെ പുഷ്ടി പ്രാപിപ്പാൻ ഞങ്ങളെ ഒരുക്കിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. താഴ്ച കർത്താവേ സാന്നിധ്യം നിറച്ചതിനായി സ്തോത്രം. സകല മഹത്വവും സകല വീഴ്ചയും സകല ആരാധനയും അങ്ങേക്ക് തരുന്നു യേശുവിന്റെ തല്ലിയുള്ള നാമത്തിൻ്റെ ആമേൻ. നമുക്ക് നമ്മുടെ കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്തോത്ര വഴിപാടുകളെ എടുത്താട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവേ സ്നേഹമുള്ള പൊന്നേമേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല പകൽക്കാലം അങ്ങയുടെ സ്നേഹം ഞങ്ങളോട് കാണിച്ചെന്ന ദൈവകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. അങ്ങയെ ആരാധിപ്പാൻ ആരാധിച്ച് അങ്ങയുടെ മുഖം കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം, കൂടെയിരിക്കണം. കർത്താവേ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരാഴ്ചക്കാലം കൂടി ജോലി ചെയ്യുവാൻ ദൈവം കൃപയെ കൊടുത്തു. കർത്താവെ ലഭിച്ചിരിക്കുന്ന വരുമാന മാർഗത്തിൽ നിന്ന് ഒരംശം ഇന്നത്തെ പകൽക്കാലം വേലകളെ സ്നേഹിച്ച് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നിൻ്റെ കുഞ്ഞുങ്ങളിവിടെ അർപ്പിക്കുന്ന എല്ലാ സ്തോത്ര വഴിപാടുകളും അങ്ങക്ക് ഏറ്റവും പ്രസാദകരമായി തീരണം. നിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടണം. നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി നിൽക്കണം. അവരുടെ ഹൃദയത്തിൻ്റെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും സ്വർഗം സാധിപ്പിച്ചു കൊടുക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരു പാട്ട് പാടി നമുക്ക് ആമേൻ സ്തോത്രാഴ്ച എടുക്കാം.